അതുപോലെ സാറ് നമ്മൾ ആദർശങ്ങൾ, മൂല്യങ്ങൾ ഇതൊക്കെ ശരിക്കും നമ്മൾ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെയാണോ അതോ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയാണോ ഏതിലാണ് നമ്മൾ ഈ മൂല്യങ്ങൾ കൂടുതൽ നമുക്ക് കണ്ടെത്താൻ പറ്റുക, അല്ലെങ്കിൽ ഏതിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? മൂല്യങ്ങൾ അഥവാ വാല്യൂസ്, നമ്മൾ ഇപ്പം ഈ ട്രൂത്ത് എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. അതെ അതെ അല്ലേ? സത്യം ഏവ ജയതേ എന്ന് പറയുന്നത് ഒരു ഇതാണ്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ബൈബിളും വായിച്ചിട്ടുണ്ട്, ഖുറാനും വായിച്ചിട്ടുണ്ട്, വേദങ്ങളും വായിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ A to Z എനിക്കങ്ങനെ പഠിക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലാണ് LLM ചെയ്തത്. ശരി. അപ്പം ഇത് മൊത്തം പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ റിലീജിയസ് ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്നതിനെ ഒന്നും കൂടി സംസ്കരിച്ച് ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏത് രീതി ആയിരിക്കണം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തരുന്ന ജീവിത രീതി മുഴുവനും എല്ലാ മൂല്യങ്ങളും വരുന്ന ഒരു കോംപ്രിഹെൻസീവ് ഡോക്യുമെൻ്റാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് ഇപ്പോൾ ജസ്റ്റിസ് പറയുമ്പോൾ നീതി, അത് വെറും ജസ്റ്റിസ് അല്ല, സോഷ്യൽ ജസ്റ്റിസ് വേണം, ഇക്കണോമിക് ജസ്റ്റിസ് വേണം, ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് വേണം. ഇപ്പം എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാൻ പറ്റണം, സാമ്പത്തികത്തിനകത്ത് എല്ലാവർക്കും വരാൻ പറ്റണം, ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ഒരുപാട് മൂല്യങ്ങളിലേക്കുള്ള എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ബൈബിളിനകത്ത് നമ്മളത് പറയുമ്പോഴത്തേക്കും ഈ പ്രൊവേർബ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ വെൻ ജസ്റ്റിസ് ഇസ് ഡൺ ഇറ്റ് ബ്രിങ്സ് ടു ദി റൈറ്റിയസ് ബട്ട് ടെറർ ടു ഈവിൾ ഡൂവേഴ്സ്. നന്മ ചെയ്യുമ്പോൾ അത് നല്ലവർക്ക് നല്ലതും മോശം ആൾക്കാർക്ക് ഈവിളുമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഋഗ്വേദത്തിൽ പറയുമ്പോൾ ഋഗ്വേദം പറയുന്നത് ലെറ്റ് ഓൾ ബി ഹാപ്പി, ലെറ്റ് ഓൾ ബി ഫ്രീ ഫ്രം ഇൽനെസ്, ലെറ്റ് ഓൾ സീ വാട്ട് ഈസ് ഓസ്പീഷ്യസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷകരമായിട്ട്, എല്ലാവരും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാകട്ടെ, എല്ലാവരും ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണട്ടെ. ഇത് തന്നെ നമുക്ക് ഖുറാനിൽ പറയുമ്പോൾ അള്ളാഹ് കമാൻഡ്സ് യു റെൻഡർ ട്രസ്റ്റ് ഹൂം ദേ ആർ ഡു ആൻഡ് വെൻ യു ജഡ്ജ് ബിറ്റ്വീൻ പീപ്പിൾ ടു ജഡ്ജ് വിത്ത് ജസ്റ്റിസ്. ഇവിടെ നമ്മൾ എപ്പോഴും ജനങ്ങളുമായിട്ട് ജഡ്ജ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അള്ളാഹ് തരുന്ന കമാൻഡ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അങ്ങ് പറയുകയാണ്. അതുപോലെ തന്നെ അതിനെ വളരെ റിഫൈൻഡ് ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ലിബർട്ടി ഓഫ് തോട്ട്, നോക്കിക്കേ, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് പുറത്ത് കാണുന്നില്ലല്ലോ. എന്ത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം? ആൻഡ് ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, എനിക്ക് എന്തും പ്രകടിപ്പിക്കാനുള്ള ഇത്. ലിബർട്ടി ഓഫ് ബിലീഫ്, ലിബർട്ടി ഓഫ് ഫെയ്ത്ത് ആൻഡ് ലിബർട്ടി ഓഫ് വർഷിപ്പ്. അപ്പം നിങ്ങളൊരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ എപ്പോഴും നമുക്ക് ഇതിനൊക്കെ ഉള്ള ലിബർട്ടി, ഏറ്റവും കൂടുതൽ ലിബർട്ടി ഉള്ള രാജ്യമാണ്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 പറയുന്നത്, അതും ബൈബിളുമായിട്ടുള്ള ഈ ഗലേഷ്യൻസിന് എഴുതുന്ന ലെറ്ററിനകത്താണ്. ഇറ്റ് ഈസ് ഫോർ ദ ഫ്രീഡം ദാറ്റ് ദ ക്രൈസ്റ്റ് ഹാസ് സെറ്റ് us ഫ്രീ. അപ്പോൾ ജീസസ് നമ്മളെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിയിരിക്കുന്നു. യജുർവേദത്തിനകത്ത് ദോസ് ഹു വർഷിപ്പ് ഇഗ്നറൻസ് എൻ്റർ ഇൻ ടു ഡാർക്ക്നെസ്. അജ്ഞതയെ വർഷിപ്പ് ചെയ്യുന്നവർ ഇതിലോട്ട് പോകും. അത് തന്നെ ഖുറാനിലേക്ക് പറയുമ്പോൾ ദർ ഇസ് നോ കമ്പൽഷൻ ഇൻ റിലീജിയൻ. ഒരു വിശ്വാസത്തിൽ പിടിച്ചു നിർത്തേണ്ടതല്ല. ഇറ്റ്സ് നോ കമ്പൽഷൻ. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് പിന്നെ ചിലപ്പോൾ തർക്കം ഉണ്ടാവും. അപ്പം ഖുറാനിൽ നോക്കിയാൽ മതി, 2:256
അപ്പം നിർബന്ധിച്ച് വിശ്വസിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇനി പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ പറഞ്ഞിട്ട് കോംപ്രിഹെൻസീവ്, അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാത്തതാണ്. അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ്. ചെറിയവനും വലിയവനും അവന് കഴിവുള്ളവൻ അങ്ങനെ അല്ല, എല്ലാവർക്കും സ്റ്റാറ്റസിൽ ഈക്വലാണ്. സർക്കാർ ഗവൺമെൻറ് എല്ലാം പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടായിരിക്കണം. അപ്പം ഒരു കടയിൽ നിൽക്കുന്ന IAS വന്ന് അയാൾക്ക് ആദ്യമേ കൊടുക്കുക, നോ. റേഷൻ കടയിൽ നിന്ന് IAS ആദ്യം നോ. അവിടെ എല്ലാവർക്കും ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഈ ഓപ്പർച്യൂണിറ്റിയും ഈക്വൽ ആയിരിക്കണം. നമ്മൾ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ആർട്ടിക്കിൾ 18 നമുക്ക് എടുക്കാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അപ്പോൾ അത് തന്നെ നമുക്ക് വേദങ്ങളിൽ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്നത് ഗോഡ് ഡസ് നോട്ട് ഷോ ഫേവറിറ്റിസം. ഒരാൾക്ക് മാത്രമായിട്ട്, ഒരാളെ മാത്രം സഹായിക്കാൻ ഒരിക്കലും ദൈവം ചെയ്യില്ല. വേദങ്ങളിൽ പറയുന്നുണ്ട് നോ വൺ ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ. ഒരുത്തരും മറ്റൊരുത്തൻ്റെ മുകളിലല്ല, മറ്റൊരുത്തൻ്റെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഇനി ഖുറാനിൽ പറയുമ്പോൾ ഇൻഡീഡ് ദ മോസ്റ്റ് നോബിൾ ഓഫ് യു ഇൻ ദ സൈറ്റ് ഓഫ് അള്ളാഹ് ഈസ് ദ മോസ്റ്റ് റൈറ്റിയസ് ഓഫ് യു. നന്മ ചെയ്യുന്നവനാണ് ഏറ്റവും യോഗ്യൻ അള്ളാഹയുടെ കണ്ണുകളിൽ. ഇനി വീണ്ടും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ ഫ്രറ്റേണിറ്റി, സാഹോദര്യ ഭാവം, ആൻഡ് ഡിഗ്നിറ്റി അഷ്വറിങ്, ഫ്രറ്റേണിറ്റി അഷ്വറിങ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന അഭിമാനം കിട്ടണം. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വ്യക്തമായ ഒരു പോളിസിയാണ്. സമയത്ത് ബൈബിളിൽ പറയുന്നുണ്ട്, ബൈബിളിലെ റോമൻസിന് എഴുതിയ കത്തിനകത്താണ്, ബി ഡിവോട്ടഡ് ടു വൺ അനദർ ഇൻ ലവ്, ഓണർ ടു വൺ അനദർ എബോവ് യുവേഴ്സെൽഫ്. നിങ്ങളെ കഴിഞ്ഞ് വലുതായിട്ട് തന്നെ വേണം മറ്റുള്ളവർ നമ്മൾ കരുതാൻ. അഥർവവേദത്തിൽ പറയുന്നു ലീവ് ഇൻ ഹാർമണി, സ്പീക്ക് വിത്ത് വൺ വോയിസ്. ഒരേ ശബ്ദത്തിൽ സംസാരിക്കുക. ഇത് വേറൊരു വിധത്തിൽ പറയുമ്പോഴത്തേക്കും അവിടെ ഖുറാനിൽ പറയുമ്പോൾ ദ ബിലീവേഴ്സ് ആർ ബട്ട് ബ്രദേഴ്സ്, വിശ്വാസികളെല്ലാം സഹോദരന്മാരാകുന്നു. നല്ലതല്ലേ, വളരെ നല്ല വാല്യൂ അല്ലേ? അതുകൊണ്ടാണ് ഒരു ഇസ്ലാം ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ഇസ്ലാം സഹായിക്കുന്നത്, ഭാഷ മാറിയാലോ ജീവിതം മാറിയാലോ. ഇനി സോവറിൻ്റിയെക്കുറിച്ച്, പരമാധികാരത്തെക്കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയും. ആ സെയിം കാര്യം തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്. ഫോർ ദ ലോർഡ് ഈസ് അവർ ജഡ്ജ്. ദൈവമാണ് നമ്മുടെ ജഡ്ജ്. ദ ലോർഡ് ഈസ് അവർ ലോയർ ആൻഡ് ലോർഡ് ഈസ് അവർ കിങ്. രാജാവും നീതി നടപ്പാക്കുന്നതും ജഡ്ജും എല്ലാം ദൈവം തന്നെയാണ്. വേദങ്ങൾ പറയുമ്പോൾ വേദം പറയുന്നത് ട്രൂത്ത് എലോൺ ട്രയംഫ്. ഭയങ്കര വാല്യൂ ആണ്. അൾട്ടിമേറ്റ് വിജയം സത്യത്തിന് മാത്രമാണ്. അതുപോലെ ഖുർആൻ പറയുന്നു ഓ അല്ലാ ലോർഡ് ഓഫ് സോവറിൻ്റെ, പരമാധികാരത്തിൻ്റെ നാഥൻ എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു ലോകത്തേക്കും പലയിടത്തും ഇല്ലാത്തതാണ്, സെക്യുലറിസം. ഏതൊക്കെ റിലീജിയൻ അവർ വിശ്വസിച്ചോട്ടെ, പക്ഷേ സ്റ്റേറ്റ് എപ്പോഴും എല്ലാ റിലീജിയനോടും തുല്യമായ മനോഭാവമായിരിക്കണം. അപ്പോൾ അവിടെ ബൈബിള് പറയുന്നത് ഗീവ് ടു സീസർ വാട്ട് ഈസ് സീസേഴ്സ് ആൻഡ് ടു ഗോഡ് വാട്ട് ഈസ് ഗോഡ്സ്. ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. ആൻഡ് ഋഗ്വേദത്തിൽ പറയുന്നു ലെറ്റ് യുവർ മൈൻഡ്സ് ബി ഇൻ ഹാർമണി. ശരിക്കും നിങ്ങളുടെ ജനങ്ങളുടെയൊക്കെ മനസ്സ് ഹാർമണിയിൽ പോട്ടെ. ഇത് തന്നെ ഖുറാനിൽ പറയുമ്പോൾ ടു യു ബി യുവർ റിലീജിയൻ ടു ബി മൈൻ. നിന്റെ വിശ്വാസം എൻ്റേതുമായി തീരട്ടെ. അത് പറഞ്ഞ ആശയവും ഞാനും ഒന്നിച്ച് ചേർന്ന് പോകണമെന്നുള്ളതാണ്. ഡെമോക്രസി,
ഭയങ്കര ഒരു വാല്യൂ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂവിനകത്ത്. അവിടെ ബൈബിൾ പറയുന്നത്, ഫോർ ലാക്ക് ഓഫ് ഗൈഡൻസ് എ നേഷൻ ഫാൾസ്, ബട്ട് വിക്ടറി ഈസ് വൺ ത്രൂ മെനി അഡ്വേഴ്സറീസ്. തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ള അതിൻ്റെ മുകളിലാണ് വിക്ടറി നേടുന്നത്. ഗൈഡൻസ് ഇല്ലെങ്കിൽ ഏത് രാജ്യവും താഴെ പോകും. ഋഗ്വേദം പറയുന്നു, അസംബിൾ, സ്പീക്ക് ടുഗദർ, ലെറ്റ് യുവർ മൈൻഡ് ബി വൺ അക്കോർഡ്. അവിടെ സംസാരിക്കുന്നതും അസംബിൾ ചെയ്യുന്നതും എല്ലാം ഒന്നിച്ചാകട്ടെ, അവിടെ ഒരു ചേർച്ച ഉണ്ടാകട്ടെ. ഋഗ്വേദത്തിൽ ഇതാണ്. ഖുർആൻ പറയുന്നു, ദോസ് ഹു കണ്ടക്ട് ദെയർ അഫയേഴ്സ് ബൈ മ്യൂച്വൽ കൺസൾട്ടേഷൻ. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ട് ചെയ്തിട്ട്, മീൻസ് ഒരു കൺസെൻസസോട് കൂടി ചെയ്യുക. ഇനി റൂൾ ഓഫ് ലോയെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ ഡ്യൂറ്ററോണമി എന്ന് പറയുന്ന ഭാഗത്ത്, ഫോളോ ജസ്റ്റിസ് ആൻഡ് ജസ്റ്റിസ് അലോൺ. ഒറ്റ കാര്യം മാത്രം നോക്കുക, നീതിയുടെ വഴിയെ മാത്രം പോവുക, നീതി മാത്രം. അതിൻ്റെ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, ജസ്റ്റിസ് ബീങ് വയലേറ്റഡ് ദാറ്റ് ഡിസ്ട്രോയ്സ്. നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റിസിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളും ഡിസ്ട്രോയിഡ് ആവും. ഇവിടെ ഒരു ബാങ്ക് കൊള്ളയടിച്ചിട്ട് അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? മുഴുവൻ ബാങ്കുകളും കൊള്ളയടിക്കപ്പെടും, ജനങ്ങളുടെ പൈസ മുഴുവനും. ഒരാളെ കൊന്നിട്ട് അയാളെ ശിക്ഷിച്ചില്ലേ എന്ത് പറ്റും? ബാക്കിയുള്ളവരെ പുറകെ കൊല്ലും. ഖുർആൻ പറയുന്നത്, സ്റ്റാൻഡ് ഫേം ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുക. ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്, നാളെ ബൈബിളിൽ എടുക്കുമ്പോൾ, ഗോഡ് ക്രിയേറ്റഡ് മാൻകൈൻഡ് ഇൻ ഹിസ് ഓൺ ഇമേജ്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആൻഡ് വേദങ്ങൾ പറയുന്നു, യജുർവേദത്തിൽ പറഞ്ഞേക്കുന്നത്, ഓൾ ഹ്യൂമൻസ് ആർ ഡിവൈൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നേ ദൈവമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഹ്യൂമൻസും ഡിവൈനാണ്. ഇനി ഇത് തന്നെ ഖുറാനിൽ പറയുമ്പോൾ, വി ഹാവ് certainly honored the children of Adam. എന്തായാലും നമ്മൾ ആദത്തിൻ്റെ മക്കളെ ബഹുമാനിക്കും. ഫണ്ടമെൻ്റൽ റൈറ്റ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബൈബിളിൽ നോക്കാം. വളരെ നന്നായിട്ട് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ആണ്, ഡിഫെൻഡ് ദ വീക്ക് ആൻഡ് ദ ഫാദർലെസ്. അച്ഛനില്ലാത്തവരെയും വീക്കായിട്ടുള്ളവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഡ്യൂട്ടി. ഋഗ്വേദത്തിൽ പറയുമ്പോൾ, നോ വൺ ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ. രാജാവും സുപ്പീരിയർ അല്ല. ഈ പറഞ്ഞ വേദങ്ങളുടെ ഒരു പ്രത്യേകത ഇതാണ്, വെസ്റ്റേൺ വേൾഡിൽ കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ളതാണ് തിയറി. പക്ഷെ ഇന്ത്യൻ ഇതിൽ വരുമ്പം നമുക്ക് കിങ് ഈസ് വിത്തിൻ ദ ലോ. കിങ്ങിന് തോന്നിയ പോലെ ഒരാളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ധർമ്മ എന്ന് പറയുന്നതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നോ വൺ ഈസ് സുപ്പീരിയർ. ഇനി ഖുർആൻ പറയുമ്പോൾ, വൈ ഷുഡ് യു നോട്ട് ഫൈറ്റ് ഫോർ ദോസ് ഒപ്രസ്ഡ്. അതിന് എപ്പോഴും നീ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്നാണ്. ഇനി ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യലിസം ബൈബിൾ വരുമ്പോൾ, all who believe were together and had all things in common. വിശ്വസിച്ചവരെല്ലാം ഒന്നിച്ച് ചേരുകയും അവർക്കുള്ളതെല്ലാം അവരൊന്നിച്ച് ഉപയോഗിക്കുകയും ചെയ്തു. അവിടെ വിശ്വാസത്തെ വെച്ചിട്ടാണ്. ഋഗ്വേദം പറയുമ്പോൾ, ലെറ്റ് ഓൾ ഷെയർ ആൻഡ് എൻജോയ് ടുഗദർ. എല്ലാവരും അവർക്കുള്ളതെല്ലാം ഷെയർ ചെയ്ത് ഉപയോഗിക്കട്ടെ. ഖുർആൻ പറയുമ്പോൾ, so that wealth may not merely circulate among the rich. പണം ഉള്ളവരുടെ ഇടയ്ക്ക് മാത്രമായിട്ട് സർക്കുലേറ്റ് ചെയ്യരുത്, ഇല്ലാത്തവർക്കും കൂടി കൊടുക്കണം. അതുപോലെ വിമൻ റൈറ്റ്സിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 and 15(3) and 39(d)യിലൊക്കെയാണ്. ഇത് തന്നെ ബൈബിളിൽ, ഷീസ് ക്ലോത്ത്ഡ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി. എപ്പോഴും ഒരു സ്ത്രീ, ഷീ ഈസ് ക്ലോത്ത്ഡ് വിത്ത് സ്ട്രെങ്ത് ആൻഡ്
ഡിഗ്നിറ്റി. അപ്പോൾ അവൾക്കെപ്പോഴും പിന്നെ ശക്തി അവളിൽ തന്നെ ഉണ്ട്, ഡിഗ്നിറ്റി അവളിൽ തന്നെ ഉണ്ട്. അതാണ് അവളുടെ ക്ലോത്ത്. ഋഗ്വേദം പറയുമ്പോൾ വിമൻ, യു ആർ ദ ക്വീൻ ഇൻ യുവർ ഹോം. ഒരു സ്ത്രീ എപ്പോഴും അവളുടെ വീട്ടിലെ രാജ്ഞിയാകുന്നു. ഇനി ഖുർആൻ പറയുമ്പോൾ ട്രീറ്റ് വിമൻ വിത്ത് കൈൻഡ്നസ്, കരുണയോടുകൂടി സ്ത്രീകളോട് പെരുമാറുക. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വിലപ്പെട്ടതാണ് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 29, 30. അതിനകത്ത് ബൈബിള് പറയുമ്പോൾ ലെവിക്ടസിനകത്ത് ലവ് ദം ആസ് യുവർ സെൽഫ്, നിങ്ങളാണെന്ന് വിചാരിച്ച് മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഋഗ്വേദം പറയുമ്പോൾ ഐ ലീവ് ഇൻ ഹാർമണി. ആൻഡ് ഖുർആൻ പറയുമ്പോൾ അല്ലാഹ് ഡസ് നോട്ട് ഫോർബിഡ് യു ഫ്രം ബീങ് ജസ്റ്റ് ആൻഡ് കൈൻഡ്. ഒരിക്കലും നിങ്ങളെ കൈൻഡ് അല്ലാതാകാനോ നീതിമാൻ അല്ലാതാകാനോ അനുവദിക്കുന്നില്ല. റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21A. ഇപ്പോൾ ഇവിടെ ബൈബിളിൽ വരുമ്പോൾ ഹോൾഡ് ഓൺ ടു ഇൻസ്ട്രക്ഷൻസ്, ഡു നോട്ട് ലെറ്റ് ഇറ്റ് ഗോ. പഠിപ്പിക്കുന്ന ഒന്നും വിട്ട് കളയാൻ പാടില്ല. ആൻഡ് യജുർവേദം പറയുമ്പോഴത്തേക്കും അക്വയർ നോളജ്. ഇത് ഖുറാനിൽ പറയുമ്പോഴത്തേക്കും അല്ലാഹ് വിൽ റൈസ് ദോസ് ഹൂ ഹാവ് ബിലീവ്ഡ് ആൻഡ് അക്വയർഡ് നോളജ്. അപ്പോൾ അവിടെ അറിവ് നേടിയിട്ടുള്ള വിശ്വാസിയെ അള്ളാഹു ഉയർത്തും. ഇനി റൈറ്റ് ടു വർക്ക് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ ബൈബിളിൽ പറയുമ്പോൾ ഇഫ് എനിവൺ ഈസ് നോട്ട് വില്ലിംഗ് ടു വർക്ക് ലെറ്റ് ഹിം നോട്ട് ടു ഈറ്റ്. പണിയെടുക്കാൻ പറ്റില്ല, തിന്നണ്ട. ബൈബിളിൻ്റെ വചനമാണ്. ഇനി ഋഗ്വേദത്തിൽ പറയുമ്പോൾ ദ വൺ ഹൂ ഈറ്റ്സ് വിത്തൗട്ട് വർക്കിംഗ് ഈസ് എ തീഫ്. വളരെ വ്യക്തമാണ്. പണിയെടുക്കാതെ ആഹാരം കഴിക്കുന്നവൻ കള്ളൻ്റെ തുല്യമാണ്. ഇതെല്ലാം വാല്യൂസാണ്. അതേപോലെ തന്നെ ഇസ്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ പറയുമ്പോൾ വെൻ പ്രയർ ഈസ് കൺക്ലൂഡഡ് ഡിസ്പേഴ്സ് ഇൻ ലാൻഡ് ആൻഡ് സീക്ക് ഇൻ ബൗണ്ടി ഓഫ് അള്ളാഹ്. അതായത് ഇതിലൂടെ പറയാം, ഈ സാധാരണ ഈ ബാങ്ക് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഈ കൊല്ലനാണെങ്കിൽ അവനിങ്ങനെ ഇരുമ്പിനെ അടിക്കാനായിട്ട് ഓങ്ങി വരുന്നതാണെങ്കിൽ അടിക്കരുത്, അവിടെ നിർത്തണം. നിർത്തിയിട്ട് പോയി അവൻ പ്രയർ നടത്തണം. അങ്ങനെ പ്രയർ നടത്തിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു വാരിയിട്ടിരിക്കുന്ന ലോകത്തിലെ സൗഭാഗ്യങ്ങൾ മുഴുവൻ പെറുകിയെടുക്കാനാണ് പറയുന്നത്. വളരെ ഇതായിട്ടാണ്. നമ്മുടെ പല ആൾക്കാരും വെച്ചാൽ മറ്റ് റിലീജിയനകത്ത് പോയി നോക്കില്ല. ഞാനിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ വാല്യൂസും ഇത് ചേർത്ത് വെച്ചിട്ടാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊരു വളരെ പ്രത്യേകമാണ്. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ജസ്റ്റിസ് ഒരു വിധത്തിലല്ല, സാമൂഹികം, ന്യായം, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം എല്ലാം വരണം. അപ്പം ബൈബിളിൽ വെൻ ജസ്റ്റിസ് ഇസ് ഡൺ ഇറ്റ് ബ്രിങ് ജോയ് ടു ദ റൈറ്റിയസ് ബട്ട് ടെറർ ടു ദ ഈവിൾ ഡൂവേഴ്സ്. നന്മ ചെയ്യുന്നവൻ എപ്പോഴും അത് വലിയ സന്തോഷമാണ്. പക്ഷേ ദോഷം വരുന്ന മുഴുവൻ മോശം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി വേദങ്ങളിൽ പറയുമ്പോൾ ലെറ്റ് ഓൾ ബി ഹാപ്പി, ലെറ്റ് ഓൾ ബി ഫ്രീ ഫ്രം ഇൽനെസ്, ലെറ്റ് ഓൾ സീ വാട്ട് ഈസ് ഓസ്പീഷ്യസ്. ഏറ്റവും നല്ലത് മാത്രം അവർ കാണട്ടെ, അസുഖമില്ലാതിരിക്കട്ടെ, സന്തോഷവാനായിരിക്കട്ടെ, എല്ലാവർക്കും സന്തോഷം ലഭിക്കട്ടെ, ആരും രോഗികളാകരുത്, എല്ലാവർക്കും നന്മ കണ്ടറിയട്ടെ എന്ന് വേണം എടുക്കാൻ. ഇനി ഖുർആൻ പറയുന്നു അല്ലാഹ് കമാൻഡ്സ് യു ടു റെൻഡർ ട്രസ്റ്റ് ടു ഹൂം ദേ ആർ ഡ്യൂ. ആർക്കാണോ കൊടുക്കേണ്ടത്, ആർക്കാണോ ട്രസ്റ്റ് കൊടുക്കേണ്ടത്, ദേ ആർ ഡ്യൂ. ആൻഡ് വെൻ യു ജഡ്ജ് ബിറ്റ്വീൻ പീപ്പിൾ ടു ജഡ്ജ് വിത്ത് ജസ്റ്റിസ്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നീതിനെ
നീതിപൂർവ്വമായിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ട്രസ്റ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുവാണെങ്കിൽ വിശ്വാസികൾക്ക് അവരുടെ ഒരു ബേസിക് ഇതുണ്ട്, ആധാരമായിട്ടുള്ള അത് നൽകുവാനായിട്ട് ഒരുമിച്ച് നിന്ന് നീതി പാലിച്ച് ഉയരുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പരമമായ ഒരു സംഭവമാണ് ലിബർട്ടി ഓഫ് തോട്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീവ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, എല്ലാം കൂടെ ഉണ്ട്. ലിബർട്ടി ഓഫ് തോട്ട്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, എക്സ്പ്രഷന്, ബിലീഫിന്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിന്ത, അഭിപ്രായം, വിശ്വാസം, ആചാരം, സ്വാതന്ത്ര്യം എല്ലാം എടുക്കാം. ബൈബിൾ പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഫ്രീഡം ദാറ്റ് ദ ക്രൈസ്റ്റ് ഹാസ് സെറ്റ് us ഓൾ ഫ്രീ. ഈ ഫ്രീഡത്തിന് വേണ്ടിയാണ് ജീസസ് നമ്മളെല്ലാം ഫ്രീ ആക്കിയത്. വളരെ നന്നായിട്ട് പറയുന്നില്ലേ? ഇനി അതുപോലെ തന്നെ നമ്മൾ വേദങ്ങൾ, യജുർവേദത്തിലാണ് ദോസ് ഹു വർഷിപ്പ് ഇഗ്നറൻസ് എൻ്റർ ഇൻ ടു ഡാർക്ക്നെസ്. ആരെങ്കിലും ഒരുവൻ അജ്ഞതയെ പോയി ധ്യാനിച്ചാൽ അവൻ ഡാർക്ക്നെസ്സിലോട്ട് തന്നെ പോകും. ഖുറാൻ പറയുന്നത് ദർ ഇസ് നോ കമ്പൽഷൻ ഇൻ റിലീജിയൻ. നമ്മൾ നിർബന്ധിച്ച് ഒരാളെ വിശ്വാസിയാക്കേണ്ടതല്ല. ഇനി മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ ആണ് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഈ സ്വാതന്ത്ര്യം അത് തന്നെ ബൈബിളിൽ പറയുമ്പോൾ ഗോഡ് ഡസ് നോട്ട് ഷോ ഫേവറിറ്റിസം. ഒരാൾക്ക് മാത്രമായിട്ടല്ല, ഇഷ്ടക്കാർക്ക് മാത്രമായിട്ടല്ല. അവിടെ വീണ്ടും പറയുന്നു, വേദങ്ങളിൽ പറയുന്നു നോ വൺ ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ. എല്ലാവരും മോർ ഓർ ലെസ് സെയിം തന്നെയാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇൻഡീഡ് ദ മോസ്റ്റ് നോബിൾ ഓഫ് യു ഇൻ ദ സൈറ്റ് ഓഫ് അള്ളാഹ് ഈസ് ദ മോസ്റ്റ് റൈറ്റിയസ് ഓഫ് യു. ഈ കൂട്ടത്തിൽ ഇപ്പം അള്ളാഹു നോക്കുമ്പോൾ, ഖുർആൻ പറയുന്ന അള്ളാഹു നോക്കുമ്പം ആരാണോ ഈ കൂട്ടത്തിൽ മോസ്റ്റ് നോബിൾ, അവനാണ് ഏറ്റവും റൈറ്റിയസ്. അതായത് ഏറ്റവും റൈറ്റിയസ് ആയിട്ടുള്ളവനാണ്, ഏറ്റവും നന്മ ചെയ്യുന്നവനാണ് നോബിൾ. ഓക്കെ, അപ്പം ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ റിലീജിയസ് ഗ്രന്ഥങ്ങളും തമ്മിലുള്ളൊരു കമ്പാരിസണാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓർത്തിരിക്കാനും വലിയ പാടാണ്. ഞാനൊരു കാര്യം ചെയ്ത് വളരെ വലുതാക്കാതെ ഇതിനെ തന്നെ ഒരു 4-5 പ്രാവശ്യമായിട്ട് ചെയ്യാം. കാരണം എന്തൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള വാല്യൂ, അതെന്തൊക്കെയാണ് റിലീജിയനുള്ള, ഇതിൽ അത്ര ആഴത്തില് ഓരോ കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് എനിക്ക് തോന്നുന്നൊരു ശരിക്കും പറയുകയാണെങ്കിൽ 10 എപ്പിസോഡിലൊക്കെ തീരുള്ളൂ. അതെ അതെ അതെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും വലിയ പുസ്തകത്തിൽ നിന്നുള്ള ഏറ്റവും നല്ല നന്മകൾ പറയണ്ടേ? അതെ അതെ അതെ. പക്ഷെ നല്ലതാണ് നമുക്ക് അതൊരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, ഏറ്റവും നന്മയെക്കുറിച്ച്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ നന്മയും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് അതിന് ക്ഷമയുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാനായിട്ടിരിക്കുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും താങ്ക് യു. വളരെ ഒരുപാട് നല്ല വാക്കുകൾ, ഒരുപാട് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഒരുപാട് വാക്കുകൾ കിട്ടി. എന്തായാലും സന്തോഷം, വലിയ സന്തോഷം.